ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തണം കേട്ടോ. ഓക്കെ, അതിൽ നൂറ് ഇരുന്ന് സംസാരിക്കാൻ കേട്ടോ. മോൾ ഇങ്ങനെ കളിക്കുന്നു ഞാൻ കരുതിയില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നൂറ് പറയുന്നുണ്ട് ശരിയാണ്, കുറച്ച് ചിന്തിച്ച് കളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ചർച്ച വിഷയം ഇതായില്ലേ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അത് നിന്നെ തിരഞ്ഞെടുക്കാൻ അക്ബറിനെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് ഫെയർ ആയിട്ട് തോന്നി. ചർച്ച വിഷയം അതാണ്, പുറത്തും അതൊക്കെ തന്നെയായിരിക്കും എന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവുക എന്ന് പറയുന്നുണ്ട് നൂറ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി സെലക്ട് ചെയ്തു, ഫെയറായി സെലക്ട് ചെയ്തതൊക്കെ തന്നെയായിരിക്കും പറയുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് പുറത്തെ കാര്യമൊന്നും പറയണ്ട, അതെന്താ നടക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നത്. ബേബി എന്തിനാ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, എന്താ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയേണ്ടത് അല്ല, ഇറങ്ങിയാൽ നമ്മളെല്ലാവരും കൂടി വല്ലപ്പോഴും അല്ലേ കാണുള്ളൂ. ഇപ്പോൾ ആകെയുള്ളത് കുറച്ച് ഡേയ്സും കൂടി നമുക്കേ ഉള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലത്തും പോകാൻ വേണ്ടി അനുമോളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടിട്ടുണ്ട്, അതൊന്നും ഇനി പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നതാണ് എന്ന് പറയും. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് അനുമോളോട്. അപ്പോൾ പറയുന്നുണ്ട്, നൂറ പറയുന്നുണ്ട്, എല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. ഇനി മനസ്സിൽ നമ്മുടെ ഗെയിം മാത്രമേ പാടുള്ളൂ, ഒന്നും ഇനി ഗെയിമിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കരുത്. പലയിടത്തേക്കും പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അതൊന്നും നമുക്കിനി കയറ്റേ വേണ്ട. നമ്മുടെ മനസ്സിനെ നമ്മുടെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ഇനി ആകെ കൂടിയുള്ളത് കപ്പാണ് ആ പ്രതീക്ഷ എന്ന് നൂറ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അപ്പം നീ കപ്പ് കൊണ്ടല്ലാതെ അങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് ആതിര. അങ്ങനെയൊന്നും പറയണ്ട, നീ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നിൽക്കുകയാണില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട ആതിര. അപ്പം അങ്ങനെയൊന്നുമില്ല, അയ്യോ പ്രേക്ഷകരെ ആതിരേനെ പറഞ്ഞു വിടണ്ടെന്നുള്ള ലെവലിൽ പറയൂ കേട്ടോ. പിന്നെ നൂറ പറയും എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഇതൊക്കെ പറഞ്ഞ് പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കുക. നൂറ് ഓരോന്ന് എനിക്ക് എന്നെ ഫസ്റ്റ് ആക്കണം എന്നുള്ള ലെവലിൽ. നൂറയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ ആര്യൻ്റെ വോട്ടും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആര്യനിപ്പോൾ എന്താ ചെയ്യുന്നുണ്ടാവുക, ആര്യന് ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. ആര്യനൊരു പാവമാണ്, ആര്യൻ നല്ല ക്യൂട്ടാണ്, നല്ല സ്റ്റാൻഡേർഡ് പയ്യനാട്ടോ, കണ്ടാലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പയ്യനാണ്, ആൾക്ക് ഫാഷൻ ഷോയ്ക്കൊക്കെ പോകാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നൂറ പറയുന്നുണ്ട് നീ ഒരു മഹാമണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് ആതിരയുടെ അടുത്ത്. അപ്പം നീ ബുദ്ധിമതിയാണല്ലോ, ഇപ്പം മനസ്സിലായിട്ടുണ്ട് നീ ബുദ്ധിമതിയാണ്, ഇവിടെ വരേണ്ട വന്നു എനിക്ക് നീ ബുദ്ധിമതിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് അതെ ഞാൻ ബുദ്ധിമതി തന്നെയാണ്, ഞാൻ ഓരോ കരുക്കളും വെട്ടി 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 നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്.